ഞാനിവിടെ ഒരു ബ്രോക്കോളി അതുപോലെ തന്നെ ഒരു ക്യാരറ്റ് എടുത്ത് വെച്ചിട്ടുണ്ട്. ഒരു ബ്രോക്കോളി എന്ന് വെച്ചാൽ ചെറിയൊരു പീസാണ്. ഇത് നമ്മളെടുത്തതിൻ്റെ ബാലൻസ് ഇരുന്നാണ് ഒരു ക്യാരറ്റ്. അപ്പോൾ ഇത്ര എടുക്കുന്നില്ല, ഇതിൻ്റെ ഒരു ഹാഫ് പോർഷനേ ഞാൻ എടുക്കുന്നുള്ളൂ. അപ്പോൾ ദേവാംശിന് വേണ്ടി നമുക്ക് ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പി ഒന്ന് ഉണ്ടാക്കി നോക്കാം. യെസ്, അതിനായിട്ട് അപ്പോൾ നമുക്ക് ആദ്യം തന്നെ ഈ ബ്രോക്കോളിയും ക്യാരറ്റൊക്കെ നല്ലപോലെ ഒന്ന് കഴുകിയിട്ട് ഒന്ന് കട്ട് ചെയ്തെടുക്കാം. ഇതാ ഞാനിവിടെ ബ്രോക്കോളിയും ക്യാരറ്റും കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. ബ്രോക്കോളി ജസ്റ്റ് കൈ കൊണ്ട് തന്നെ നമുക്ക് കട്ട് ചെയ്തെടുക്കാം. തീരെ ചെറിയ പീസല്ല, ഇച്ചിരി വലുതായിട്ടാണ് ചെയ്തിരിക്കുന്നത്. ക്യാരറ്റ് അത്യാവശ്യം ചെറിയ പീസായിട്ട് ഞാൻ കട്ട് ചെയ്തിട്ടുണ്ട്. ഇനി നമുക്കിത് രണ്ടും നല്ലപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. ഞാൻ അങ്ങനെ ഇഡ്ഡലി പാത്രത്തിൽ ജസ്റ്റ് 4 ഇതിലായിട്ട് വെച്ച് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് സ്റ്റീം ചെയ്തെടുക്കാം. നമ്മുടെ ക്യാരറ്റും ബ്രോക്കോളിയും അങ്ങനെ നല്ലപോലെ സ്റ്റീം ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് റെഡിയാക്കാം. പാൻ ചൂടാക്കി ഞാൻ കുറച്ച് നെയ്യ് ഇട്ട് കൊടുത്തിട്ടുണ്ട്. ജസ്റ്റ് ഒന്ന് സ്പ്രെഡ് ചെയ്യുക. കുഞ്ഞിനായതുകൊണ്ട് നമ്മൾ ഓയിൽ മാക്സിമം അവോയ്ഡ് ചെയ്തിട്ട് ഗീ യൂസ് ചെയ്യാം. ഇതിലേക്ക് നമ്മൾ സ്റ്റീം ചെയ്ത് വെച്ചിരിക്കുന്ന ക്യാരറ്റും ബ്രോക്കോളിയും ഞാൻ അങ്ങ് ഇട്ട് കൊടുക്കുകയാണ്. ഫുള്ളായിട്ട് ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഇതൊന്ന് സോട്ട് ചെയ്തെടുക്കാം. കുറച്ച് ഉപ്പും കൂടെ ഞാൻ ആഡ് ചെയ്യുന്നുണ്ട്. ഇനി നമുക്കിത് നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തെടുക്കാം. ഓൾറെഡി സ്റ്റീം ചെയ്താണ്, എന്നാലും ആ നെയ്യിലിട്ട് ജസ്റ്റ് ഒന്ന് നല്ലപോലെ വാട്ടിയെടുക്കണം. ഒത്തിരി ഒന്ന് ഫ്രൈ ആക്കുകയൊന്നും വേണ്ട, നല്ലപോലെ ഒന്ന് സോട്ട് ചെയ്തൊരു 1 മിനിറ്റൊക്കെ ഒന്ന് നല്ലപോലെ സോട്ട് ചെയ്താൽ മതി. ഒത്തിരി അങ്ങ് ഫ്രൈ രീതിയിലാക്കണ്ട, നെയ്യൊക്കെ ഒന്ന് നല്ലപോലെ അതിലേക്ക് പിടിച്ച് ഒന്ന് സോട്ടായി വന്നാൽ മതി. അതിനുശേഷം ഇതൊരു സൈഡിലേക്ക് നമ്മൾ ഒന്ന് മാറ്റി വയ്ക്കുക. നമുക്ക് ഒരു പരിപാടിയും കൂടെ ഉണ്ട്. ഞാനപ്പോൾ ഇതൊരു സൈഡിലേക്ക് ഒന്ന് വെച്ചു. എന്നിട്ട് സ്റ്റീം ഒന്ന് കുറച്ച് വയ്ക്കുകയാണ്. ഫ്ലെയിം ഒന്ന് കുറച്ച് വെച്ചു. കുറച്ച് നെയ്യ് ഞാൻ ഈ സൈഡിലൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുത്തു. എന്നിട്ട് ഞാൻ നമ്മുടെ അടുത്ത ഇൻഗ്രീഡിയൻ്റ് ആണ് ഹെൽത്തി ആയിട്ടുള്ള ഒരു കാടമുട്ട. ഒരു കാടമുട്ട എടുക്കുന്നുള്ളൂ അറ്റ് എ ടൈം, അത്രേ ആവശ്യമുള്ളൂ, കുഞ്ഞല്ലേ. അപ്പോൾ ഈ ഒരു കാടമുട്ടയും കൂടി ഞാൻ ജസ്റ്റ് ഒന്ന് സ്റ്റിർ ചെയ്തെടുക്കുക. കാടമുട്ട ഞാൻ ഈ സൈഡിലേക്ക് ഇട്ടിട്ടുണ്ട്. ഇനി അതൊന്ന് ജസ്റ്റ് ഒന്ന് നല്ലോണം സോട്ട് ചെയ്തെടുക്കുക. ഇതിനി പ്രത്യേകം ഉപ്പ് ചേർക്കേണ്ട ആവശ്യമില്ല, നമ്മൾ ഓൾറെഡി അതിൽ ഉപ്പ് ഇട്ടേക്കുന്നതുകൊണ്ട് ഈ ഉപ്പ് ചേർക്കുന്നില്ല ഒത്തിരി, കുഞ്ഞിനായതുകൊണ്ട്. ജസ്റ്റ് നല്ലപോലെ സോട്ടായതിന് ശേഷം ഇനി ഇതുമായിട്ടൊന്ന് മിക്സ് ചെയ്യാം. ഇനി ഒരു 1 മിനിറ്റോളം ഇത് രണ്ടും കൂടെ എല്ലാം കൂടെ കിടന്നൊന്ന് മിക്സാക്കി എടുക്കാം. അതിലേക്ക് ഞാനൊരു ശകലം കുരുമുളക് പൊടി ഇടുന്നുണ്ട്. വേണമെങ്കിൽ മാത്രം ആഡ് ചെയ്താൽ മതി, എല്ലാ കുട്ടികൾക്കും ചിലപ്പോൾ പറ്റില്ല. ഇവൻ അത്യാവശ്യം സ്പൈസ് കഴിക്കുന്നതുകൊണ്ട് ഒരു ഫ്ലേവറിന് വേണ്ടി ഞാൻ ജസ്റ്റ് ഒരു ശകലം കുരുമുളക് ഇട്ടതാണ്. കുറച്ചുകൂടെ നെയ്യും ഇട്ട് കൊടുക്കുന്നുണ്ട്. ഇനി ഒരു 1 മിനിറ്റ് ഇതൊന്ന് നല്ലപോലെ സോട്ട് ചെയ്തതിന് ശേഷം നമുക്കിത് ഓഫ് ചെയ്യാം. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. ബ്രോക്കോളിയും ക്യാരറ്റും അതുപോലെ തന്നെ കാടമുട്ടയും വളരെ പെട്ടെന്ന് നമുക്ക് റെഡിയാക്കി എടുക്കാവുന്നതാണ്. കുട്ടികൾ കഴിക്കുന്നുണ്ടെങ്കിൽ നല്ല ടേസ്റ്റും ആയിരിക്കും, നല്ല ഹെൽത്തിയാണ്. നല്ല ആവി പറക്കുന്ന യമ്മി ആയിട്ടുള്ള ബ്രോക്കോളി ക്യാരറ്റ് എഗ് ഫ്രൈ. നല്ല ഹെൽത്തി ആയിട്ടുള്ളൊരു റെസിപ്പിയാണ്. പ്രത്യേകിച്ച് കുട്ടികൾക്ക് എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക.